ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. നമുക്ക് മടിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും വർക്കിംഗ് വുമൻസിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് ഒരു വെജിറ്റബിൾ ബിരിയാണി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള ബാച്ചിലേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടിയൊക്കെയുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഒരു കപ്പ് അളവിൽ ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. കഴുകിയിട്ട് കുതിർത്തി വെക്കണം. അപ്പോൾ കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ആവശ്യമില്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ഇട്ടിട്ടുള്ളത്, വലിയ ജീരകം. ഇനി ഒരു 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉള്ള പോലെ ചേർക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ടതാണ്. മെയിനായിട്ടും അതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോയും അതുപോലെ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടാതെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി ഇട്ടാലും മതി. എളുപ്പത്തിന് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറിനും കൂടി ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 1 മിനിറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും പൊടികളുടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴേക്കും ആ ഒരു പച്ചക്കറികളൊക്കെ ഒന്നങ്ങ് വാടി വെന്ത് വരുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് ആവശ്യമില്ല, 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ ബസ്മതി അരിക്കും അതാണ് അളവ്. ഞാനൊരു 2-3 ബസ്മതി അരി വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോഴും ഇത് തന്നെയാണ് അളവ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചൂടുവെള്ളമല്ല ഒഴിക്കുന്നത്, സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട. നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വാർത്ത് വെച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിനിമം 15 മിനിറ്റ് ഒന്ന് കുതിർത്തിയാൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലാണ് നല്ല പ്രഷറുള്ള കുക്കറിന് ആവശ്യമുള്ളത്. അല്ല പ്രഷർ കുറഞ്ഞ കുക്കറാണെന്നുണ്ടെങ്കിൽ 2 വിസിലടിച്ചതിന് ശേഷം അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നല്ലോണം പ്രഷർ പോയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്നാൽ മതി. അപ്പോൾ അങ്ങനെ തുറക്കുമ്പോഴാണ് അതിലെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് പോയിട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഒന്നിലും അങ്ങ് ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പോലെ തന്നെ കിട്ടും ഈ കറക്റ്റായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത് മാത്രമല്ല നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കനും മട്ടനും ബീഫൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ വെജിറ്റബിൾസ് വെച്ചിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൈത്ത റെസിപ്പി ഉണ്ട്. അപ്പോൾ അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതും ഇതിൻ്റെ കൂടെ ഒരു അസൽ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈത്ത റെസിപ്പിയാണ്, സാലഡാണ്.
അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു ബിരിയാണിക്കുള്ള കോമ്പിനേഷൻ. ഈ ഒരു റൈത്തയും ബിരിയാണിയും അസൽ കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.